ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിനു ശേഷം കേരളത്തിലെ പല മാധ്യമങ്ങൾക്കും അദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തിരുന്നു. ഇതിൽ പല മാധ്യമങ്ങളും പ്രധാനമായിട്ട് ചോദിക്കുന്നത് ബി.ജെ.പിയുടെ മുസ്ലിം വിരോധത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ബി.ജെ.പിക്ക് എവിടെയാണ് മുസ്ലിം വിരോധം എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചു ചോദിക്കുന്നത്. എവിടെയാണ്, നിങ്ങളൊന്ന് കാണിച്ചു തരൂ. നിയമപരമായിട്ടോ നരേന്ദ്രമോദിയുടെ ആ ഒരു പ്രധാനപ്പെട്ട വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇവർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? ഭീകരവാദികൾക്കെതിരെ നടപടി എടുക്കുമ്പോൾ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ ഒരു മതത്തിനോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ല. ബി.ജെ.പി നരേന്ദ്രമോദി സർക്കാർ ഒരിക്കലും അങ്ങനെ ഒരു സംവിധാനം എടുത്തില്ല. എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുപോലെ കൊണ്ടുപോകാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിനിടയിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു വാക്ക് പറഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള പ്രധാനപ്പെട്ട ചില നയങ്ങളുണ്ട്, ആ നയത്തിൽ നിന്നും 1% പോലും വിട്ടുപോകില്ല. അതിന്റെ പേരിൽ തീവ്ര ഹിന്ദുത്വമാണ്, വർഗീയവാദിയാണെന്നൊന്നും പറഞ്ഞൊരു കാര്യമില്ല. അത് കൃത്യമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ, വഖഫ് ബോർഡിന്റെ കിരാതമായിട്ടുള്ള നിയമങ്ങൾ, ഇതിനെ ഒന്നും സപ്പോർട്ട് ചെയ്ത് പോകാൻ പറ്റില്ല. ഇത് പൊളിച്ചെഴുതി പൂർണ്ണമായിട്ടും ഇത് രാജ്യത്തെ ജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ദോഷമാകുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ പേരിലാണ് നിയമം പാസ്സാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന വഖഫ് ബോർഡിന്റെ ഈ രീതിയിലുള്ള സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും കുഴിച്ചു മൂടുന്ന തരത്തിലേക്കുള്ള ബില്ല് തന്നെയാണ് വരാൻ പോകുന്നത്. ഇത് യുവമാർക്ക് അറിയാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖറിന് മറുപടി കൃത്യമാണ്. വഖഫ് ബോർഡിനെതിരെ കൃത്യമായിട്ട് നിലപാട്, അതിലൊരു മാറ്റവുമില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു മതപരമായിട്ടുള്ള രീതിയിൽ വിദ്വേഷപരമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളുടെ ഒരു നിലപാട് അല്ലെങ്കിൽ അവരൊരു കാഴ്ചപ്പാട്, ഇത് ആണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് നിങ്ങൾ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയുള്ള രാഷ്ട്രീയം ഇതല്ല, ഡെവലപ്മെന്റ് ആണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ചു പോകണമെങ്കിൽ സാമ്പത്തികം വേണം, അവർക്ക് തൊഴിൽ വേണം. ഈ തൊഴിലും സാമ്പത്തികവും തേടി കടൽ കടന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയി എന്നും കാലാകാലങ്ങളും കുടുംബത്തെയും ഉറ്റ ബന്ധുക്കളെയും വിട്ടു നിന്നുകൊണ്ട് പോയി വർക്ക് ചെയ്യുന്നത് എപ്പോഴും അത് അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും അത് ശരിയായിട്ടുള്ളൊരു നടപടികൾ. നമ്മുടെ നാട്ടിൽ ഇതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ വരണം. വിദേശ രാജ്യങ്ങളിൽ പോകുന്ന അതേ രീതിയിലുള്ള സംവിധാനങ്ങൾ, ജോലി, എല്ലാ രീതിയും ഇവിടെ ലഭിക്കുന്ന തരത്തിലേക്കായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. കഴിഞ്ഞൊരു 10 വർഷമായിട്ട് അല്ലെങ്കിൽ 9 വർഷമായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്താണ്, ഏത് തരത്തിലുള്ള നിക്ഷേപമാണ് ഇവിടെ വന്നത്? ഇതൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്, തിരിച്ചു ചോദിക്കുന്നത്. ഇത് ചോദിക്കുമ്പോൾ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് ഒന്നും പറയാനില്ല. കാരണം ഇവിടെ കുറെ കുത്തിത്തിരിപ്പും അല്ലെങ്കിൽ തമ്മിത്തല്ലും വേലി പൊളിക്കലും അല്ലെങ്കിൽ പള്ളിത്തിറക്കവും ഇതുപോലുള്ള കലാപരിപാടിയും മാത്രമാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്രയും നാളുകളായിട്ട് ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു പൊതു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പറമ്പിലോ കുറച്ച് 3 പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിച്ചു നിർത്തിക്കൊണ്ട് ഇവിടെ എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതിൽ ഞങ്ങൾ കുറെ വികസനം കൊണ്ടുവന്നു, എന്ത് വികസനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് പുതിയ സംരംഭമാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പറയാനില്ല. ഇവിടെ ആകെ നമ്മുടെ നാടിന് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പറയാനുണ്ടെങ്കിൽ അത് 1 വർഷം മാത്രം പ്രവർത്തനത്തിൽ തികച്ചിട്ടുള്ള സുരേഷ് ഗോപിക്ക് മാത്രമാണ്. അദ്ദേഹം നിലപാടുകൾ കൃത്യമാണ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ MP ആയിട്ടുള്ളത് 1 വർഷത്തേക്കല്ല 5 വർഷത്തേക്കാണ്. 5 വർഷം കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നടപ്പിലാക്കും. എയിംസ് അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും. അതിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള സഹകരണവും ഇല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ഇത് സംസ്ഥാന സർക്കാരിന്റെ തന്നെ പ്രശ്നമായിരിക്കും, കേന്ദ്ര സർക്കാരിന്റെ വിഷയമല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെയുള്ള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നാട് വികസിക്കുന്നതിനായിട്ടുള്ള ഒരു തരത്തിലുമുള്ള പ്രയോജനകരമായിട്ടുള്ള ഒന്നും നടക്കുന്നില്ല. ഇത് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഇതാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു ബി.ജെ.പിയുടെ കാര്യകർത്താവ് എന്നുള്ളതിനുപരിയായിട്ട് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ച് വിജയിച്ച ഒരു ബിസിനസ്മാൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. അദ്ദേഹം നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും, കൂടാതെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ജോലി സൈനികനായിരുന്നു, എയർഫോഴ്സിലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരന്റെ പല സ്ഥലം മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ പല പ്രധാനപ്പെട്ട നഗരങ്ങളിലും അദ്ദേഹം ജീവിച്ചിട്ടുമുണ്ട്. അപ്പോൾ എല്ലാ രാജ്യത്തെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും ഇന്ന് നടക്കുന്ന എല്ലാ രീതിയിലുമുള്ള എക്കണോമിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായതിന്റെ പേരിൽ പുള്ളിക്കാരനോട് പ്രധാനമായിട്ട് ഈ ലോക്കലായിട്ടുള്ള കുറെ വേലി പൊളിക്കലും കഥയും തമ്മിത്തല്ലും ഗ്രൂപ്പിസവും ഒക്കെ വീണ്ടും കുത്തി ചോദിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരേ ഒരു കാര്യമേ ഇവരെ ബോധ്യപ്പെടുത്താനുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയല്ല അല്ലെങ്കിൽ ഒരു വ്യക്തിയെയല്ല ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഇവിടുത്തെ യുവജനങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അവർക്കൊരു നേതാവിനെ വേണം, അവരുടെ
ചിന്താഗതിക്കനുസരിച്ച് ലോകം എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതിനോടൊപ്പം നമ്മുടെ കൊച്ചു കേരളവും സഞ്ചരിക്കണമെന്നുള്ള നിലപാടിലേക്കാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും BJPക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ഒരു സംശയമില്ല, രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് അതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ. കാരണം അത്രത്തോളം ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ ശേഷിയുള്ള കപ്പാസിറ്റിയുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഉദയം കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിച്ച സമയത്ത് പോലും ആ ഒരു വ്യക്തിപ്രഭാവം അദ്ദേഹത്തിന് വലിയൊരു വിജയത്തിന്റെ അടുത്ത് വരെ എത്തി നിന്നു. 15,000-ഓളം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് പുള്ളിക്കാരൻ പരാജയപ്പെട്ടത്. നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോൾ ഇത്രക്ക് വലിയ രീതിയിൽ ചരിത്രപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ തിരുവനന്തപുരത്ത്, അതും ശശി തരൂരിനെ പോലെ ഒരു ആൾക്കെതിരെ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായി സാധിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ശശി തരൂർ പൂർണ്ണമായിട്ടും അവിടെ പരാജയപ്പെട്ടു പോയതിനെ അദ്ദേഹം ഒരു മാസം മുന്നേ അവിടെ പ്രചരണത്തിന് വന്നിരുന്നു. അത്രത്തോളം വലിയ രീതിയിൽ ജനങ്ങൾ ആകർഷിച്ച ഒരു മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു നിലപാടുള്ള ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഈ ശശി തരൂർ പല രീതിയിൽ പറഞ്ഞ് ബാഴ്സലോണ ആക്കും എന്നൊക്കെയായിരുന്നു, അല്ലെങ്കിൽ മെക്സിക്കൻ സിറ്റി ആക്കും തിരുവനന്തപുരത്തിനൊക്കെ. ഏത് സിറ്റിയാണെന്ന് തിരുവനന്തപുരത്ത് എന്നുള്ളത് അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. കാരണം വികസനത്തിന്റെ ഒരു പടിവാതിൽ പോലും തുറക്കാനായിട്ട് EMPക്ക് സാധിച്ചിട്ടില്ല. ആകെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേന്ദ്ര സർക്കാരിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു 6 വരി പാത മാത്രമാണ്, അല്ലാതെ മറ്റൊന്നുമില്ല. അത് തിരുവനന്തപുരം മുതൽ മറ്റേ മഹാരാഷ്ട്ര പൽഗാവ് വരെ ഉണ്ട്. അപ്പൊ ഇത്രയും സ്ഥലങ്ങൾ വരെയും കവർ ചെയ്തു പോകുന്ന ഒരു വികസനം മാത്രമേ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുള്ളൂ. പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനില്ല. അപ്പോൾ ശശി തരൂരിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും ഇവിടെ CPM എന്ന് പറയുന്ന LDF എന്ന് പറയുന്ന സംവിധാനവും ഭരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പുതിയ വികസന പ്രവർത്തനങ്ങളൊന്നും വരുന്നില്ല. യുവാക്കൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലേക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല. പോകണമെങ്കിൽ അന്യരാജ്യത്തേക്ക് ആരുടെയെങ്കിലും വിസയിൽ പോയി, അല്ലെങ്കിൽ അവിടെ പോയി ജീവിക്കണം, ജോലിയെടുത്ത് ജീവിക്കണം. നമ്മുടെ നാട്ടിൽ ഇതിനുള്ള സംവിധാനങ്ങളില്ല. കാരണം അത്രത്തോളം വലിയ നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്കാണ് ഭരണ സംവിധാനത്തെ ഇവർ കൊണ്ടുപോകുന്നത്. അപ്പൊ എത്രത്തോളം വലിയ രീതിയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഉയർച്ച മുന്നോട്ട് പോകുന്നത്? അതിൽ കേരളത്തിന്റെ സ്ഥാനം നോക്കുമ്പോഴാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥ. നമ്മൾ തമിഴ്നാട്ടുകാരെയൊക്കെ കളിയാക്കും പല രീതിയിൽ, വിദ്യാഭ്യാസം ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓരോന്ന് പറഞ്ഞു കളയും. പക്ഷെ തമിഴ്നാടിന്റെ കർണാടകയുടെ GDP അല്ലെങ്കിൽ ഓരോ വർഷത്തെ എക്കണോമി ഒന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ കേരളത്തെ സംബന്ധിച്ച് കേരളം വലിയ പുറകോട്ടാണ്, പൂർണ്ണമായിട്ടും പുറകോട്ടാണ്. ഇപ്പൊ ആശാ വർക്കർമാർക്ക് കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കരച്ചിൽ. ഈ ആശാ വർക്കർമാർക്ക് കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കേന്ദ്രത്തിൽ നിന്ന് ഒരു ദിവസം ഒരാഴ്ചയോ വൈകിക്കഴിഞ്ഞാൽ, പണം കിട്ടാൻ വൈകിക്കഴിഞ്ഞാൽ കേരളത്തിന് അതെടുത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി. ഇപ്പോൾ കേന്ദ്രം കൃത്യമായിട്ട് പണം കൊടുത്തതിന്റെ തെളിവ് കേന്ദ്രം കാണിക്കുന്നുണ്ട്. ഇവർ അത് ഏത് വകുപ്പിലാണ് ചിലവാക്കിയിരിക്കുന്നതെന്ന് സംസ്ഥാനം കാണിക്കണം. അത് കാണിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? ഉഡായിപ്പ് പരിപാടിയാണ്. അപ്പൊ എത്രത്തോളം വലിയ രീതിയിൽ നമ്മുടെ നാടിന്റെ വികസനത്തെ താഴെ തട്ടിലേക്ക് എത്തിക്കാനാണ് ഇവന്മാര് ശ്രമിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇതൊന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊരു നിലപാടുകൾ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സേവനം അല്ലെങ്കിൽ രാജ്യത്തിന്റെ വികസനം അത് കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിലും ഉണ്ടാകണമെങ്കിൽ അതിന് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള. അതുകൊണ്ട് തന്നെ ഇവിടെ മുസ്ലിം വിരോധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. വഖഫ് ബോർഡിന്റെ വിഷയത്തിൽ പോലും ഒരു കോംപ്രമൈസും ഇല്ല. യഥാർത്ഥത്തിൽ നാടിന് ആവശ്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങളിലൂടെ BJP കൃത്യമായിട്ട് പോകും. അതിന് നേതൃത്വം നൽകാൻ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാവും എന്നുള്ള തർക്കമില്ല.